ഹലോ ഡിയേഴ്സ്, അഹ്ലം ബിക്കും ജമിയാൻ. നമ്മുടെ കേട്ടറ്റ് എക്സാം അടുത്തടുത്ത് വരികയാണ് അല്ലേ. വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ പഠനം കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അറബിക് പെഡഗോജിയിൽ ഒരുപാട് വർഷക്കാലമായി വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ആ ഭാഗം? അന്നളിറിയാത്ത് ഫി മജാലി തർബിയ, അതായത് ലേണിംഗ് തിയറീസ്. ഒരുപാട് പഠനത്തിന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫിലോസഫിസ്റ്റുകൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ. ഏതൊക്കെയായിരുന്നു ആ പഠനം? അറിയോ? ഏതൊക്കെയാണ് ആ പഠനങ്ങൾ? ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അൽ ഖവായിദുൽ ആലമിയ അവിൽ ഖവായിദുൽ നഹ്വുൽ ആലമി എന്ന് പറയാം. യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, നോം ചോംസ്കി ആണ് അതിൻ്റെ മുഅസ്സിസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ടാബിള് നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് റിപ്പീറ്റഡ് ആയിട്ടും ഏറ്റവും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അന്നളിറിയാത്ത് ഫി മജാലി തർബിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഇനി പറയുന്ന നളിറിയാത്തുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വളരെ പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒന്നോ രണ്ടോ പേരുകൾ ചിലപ്പോൾ മെൻഷൻ ചെയ്യും. അതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഒരു തവണ ഈ പേര് ചോദിച്ചാൽ അടുത്ത തവണ ക്വസ്റ്റ്യനിൽ ഈ പേരായിരിക്കും. അപ്പം നമ്മൾ ഇത് ഏതാ തിയറി എന്നറിയാതെ വെറീഡായി പോകും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ചില സമയങ്ങളിൽ ട്രാൻസ്ലേഷനൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ആരാണ് അതിൻ്റെ മുഅസ്സിസ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം ഈ ടാബിൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അൽ ഖവായിദുൽ ആലമിയ അവിൽ ഖവായിദുൽ നഹ്വുൽ ആലമി, എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം? യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ഓർ UGT അതിനെ ഷോർട്ടാക്കിയിട്ട് പറയും. ആ ഷോർട്ടിൻ്റെ ഫുൾ ഫോമും പഠിക്കണം. ചില സമയത്ത് അതിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഅസ്സിസ് വരുന്നത് നോം ചോംസ്കി ആണ്. ഓക്കെ. പിന്നെ ഫൽസഫത്തുൽ ലോത്തുൽ കുല്ലിയ, ഹോൾ ലാംഗ്വേജ് ഫിലോസഫി എന്നാണ് അതിന് പറയുന്നത് ഇംഗ്ലീഷ് പേര്. അതിനൊരു പെർട്ടിക്കുലർ ആളുകളായിട്ട് പറയുന്നില്ല, ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അത്ര കേട്ടിട്ടില്ല, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. ദെൻ അൽ മദ്രസത്തു സുലൂക്കിയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബിഹേവിയറിസം, ജോൺ വാട്സൺ ആണ് അതിൻ്റെ മുഅസ്സിസ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിൽ ഒരുപാട് അസ്ഹാബുകളുണ്ട്. ഏതൊക്കെയാണ് ഓർമ്മ ഉണ്ടോ? യെസ്, സ്കിന്നർ, പാവ്ലോ, തൊണ്ടേക്ക് ഒക്കെ ഇതിൽ വരുന്ന അസ്ഹാബുകളാണ്. അപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങളൊരു ഓർക്കാൻ വേണ്ടിയിട്ടൊന്ന് ഓടിച്ചു പോവാണ്. എക്സാം നമ്മളുടെ അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ അൽ മദ്രസത്തുൽ ബനാഇയ കൺസ്ട്രക്റ്റിവിസം. അൽ മദ്രസത്തുൽ ബനാഇയ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദെൻ അന്നളിറിയൽ മഅറഫിയ കോഗ്നിറ്റിവിസം, ബ്രൂണെ, പിയാഷെ, സെഷ്മാൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ വരുന്നുണ്ട്. ദെൻ അദ്ദക്ക ഉൽ മുതഅദ്ദിദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഹവാർഡ് ഗാർഡ്നർ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കേട്ടിട്ടിൽ അല്ലെങ്കിൽ ലേണിംഗ് തിയറീസിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തിയറികൾ, അതും അതിൻ്റെ മുഅസ്സിസുകൾ ആരൊക്കെയാണെന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. എന്തെല്ലാമാണ് ആ തിയറികൾ പറയുന്നത്, എന്തൊക്കെയാണ് അവിടുന്ന് വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കീവേഡ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അതുപോലെ തന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. നമുക്ക് ഫോക്കസ്ഡ് ഏരിയ ആണിത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു തിയറിയിൽ തന്നെ വീണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് അൽ മദ്രസത്തുൽ ബനാഇയ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റായി ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യനും വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. അപ്പം എന്താണ് കൺസ്ട്രക്റ്റിവിസം നമുക്കൊന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കാം. എന്നിട്ട് ഇതിൽ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്നുള്ളതൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് തറോ ആവും. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഓക്കെ. കൺസ്ട്രക്റ്റിവിസം അന്നളിറിയൽ ബനാഇയ ബിനാഉൽ അൽമുൽ ഇജ്തിമായി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു തിയറിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ? കൺസ്ട്രക്ട് ചെയ്യുക, ബിനാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കുക? ചെറിയ ചെറിയ
ഓരോരോ ഫ്ലോറായിട്ട് അല്ലേ, അങ്ങനെ ഓരോരോ കല്ലുകൾ ആക്കി വെച്ച് 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 അങ്ങനെ അതൊരു വലിയ ബിൽഡിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. സോ പിന്നെ അതുപോലെ എന്താണ് ഈ ഒരു തിയറി പറയുന്നത്, കുട്ടികൾക്ക് നമ്മൾ എന്താണ് ടീച്ചർ കംപ്ലീറ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് കുട്ടി അത് മനഃപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല യഥാർത്ഥ ലേണിങ്. യഥാർത്ഥ ലേണിങ് കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ അവൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അവന് കൺസ്ട്രക്ട് ചെയ്ത് ജുസ്ഇൽ നിന്ന് അവന് കുല്ലിലേക്ക് എത്തണം എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഈ ഒരു കൺസ്ട്രക്റ്റിവിസത്തിന്റെ അണ്ടറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താണ് ബിനാഉൽ ഇൽമിൽ ഇജ്തിമായി പറയുന്നത്? കുട്ടികളെ സൊസൈറ്റിയുമായിട്ട് തനിക്ക് ചുറ്റുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യുക, അറിവുകൾ സ്വീകരിക്കുക. അതല്ലാതെ എന്ത് ചെയ്യരുത്, കുട്ടിക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന കാര്യം ഇങ്ങനെയാണ് എന്ന് പറയരുത് എന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് പറയുന്ന ഫിലോസഫിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത്. ആരൊക്കെയാണ് ഇതിന്റെ റുവാദിൽ വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആളാണ് വൈഗോട്സ്കൈ. ഓക്കെ, വിജിയൂത്സ്കൈ എന്നാണ് അറബിക്കിൽ ഇത് എഴുതുന്നത്. ഹുന യൻതലിഖു മിനൽ ജുസ്ഇ ഇലൽ കുൽ. ഇവിടെ നിങ്ങൾ ചില ലെറ്റേഴ്സ് ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടാകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കീ വേർഡ്സ് ആണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ ഇത് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹുന യൻതലിഖു മിനൽ ജുസ്ഇ ഇലൽ കുല്ല് ഫി ബിനാഇൽ മഫാഹിം. ഇവിടെ കുട്ടി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? ഭാഗികമായതിൽ നിന്ന് പൂർണ്ണമായതിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ട് വലിയൊരു ബിൽഡിംഗ് ആവാണ്. ആ രീതിയിൽ ഭാഗികമായതിൽ നിന്ന് പൂർണ്ണമായതിലേക്ക് ആണ് കുട്ടി എന്ത് ചെയ്യുന്നത്, അറിവ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്നത് എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത്? മുതഅല്ലിം വ അഫ്കാറുഹു, അല്ലെ, സ്റ്റുഡന്റിനെയും അവന്റെ ചിന്തകളെയുമാണ്. വലാ തസ്തനിദു ഇലൽ മുഅല്ലിം, അധ്യാപകനെ അല്ല അവലംബിക്കുന്നത്. അതായത് സ്റ്റുഡൻറ് സെൻട്രിക് ആണ് എന്ത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അതൊരു ടീച്ചർ സെൻട്രിക് അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണേ. മുതഅല്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണ്, മുഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്യാപകനാണ്. ഇവിടെ ഒരു മീമ് കഴിഞ്ഞ് ഒരു താ വന്നു കഴിഞ്ഞാൽ അത് മുതഅല്ലിം ആകും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ മുഅല്ലിം മുതഅല്ലിം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ എന്താ പറയുന്നത്? അന്നൽ ബഷർ യബ്നൂനൽ മഅരിഫ വൽ മഫാഹിം മിൻ തജാറുബിഹിം അശ്ശഖ്സിയ. എന്താണ്? ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും യബ്നൂനൽ മഅരിഫ വൽ മഫാഹിം, അവന് അറിവുകളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവന് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? മിൻ തജാറുബിഹിം അശ്ശഖ്സിയ, അവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് അറിവുകൾ എടുത്തുണ്ടാക്കുന്നത് എന്നാണ് കൺസ്ട്രക്റ്റിവിസം അപ്രോച്ചസ് പറയുന്നത്. ഹുവ യബ്നി അൽ ഇൽമ്, എങ്ങനെയാണ് ഒരു കുട്ടി എങ്ങനെയാണ് അറിവ് ഉണ്ടാക്കുന്നത്? മിൻ ഖിലാലി തഅമുലിഹി മാൽ ഗൈർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്സ് ഒക്കെ. തഅമുലിഹി മാൽ ഗൈർ, മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ. വഹ്തികാകിഹി ബിൽ മുജ്തമിഅ, സമൂഹത്തിനോട് സോഷ്യൽ ആയിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ. ഓക്കെ, മാൽ ഗൈർ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലിലൂടെയൊക്കെയാണ് കുട്ടി ഓരോ കാര്യങ്ങൾ പുതുതായി പഠിച്ചെടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതിൽ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. വൈഗോട്സ്കൈ ആണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഭാഗികമായതിൽ നിന്ന് പൂർണ്ണമായതിലേക്കാണ് അവരവിടെ കാര്യങ്ങൾ കുട്ടി പഠിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതൊരു സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. കുട്ടിയുടെ ഇൻട്രസ്റ്റുകൾ, കുട്ടിയുടെ ചിന്തകൾ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നു. അതുപോലെ കുട്ടിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് അവന് പഠിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലൂടെയും കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് അവന് പഠിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മുജ്തമിയ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഒരുപാട് ഫിലോസഫിക്കൽ വേർഡ്സ് എന്ന് അറിഞ്ഞിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്താ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ സമയത്ത് ഏറ്റവും നല്ല ഐഡിയ എന്താണ്?
നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ അതിലെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയുന്നത് ഈ ഒരു തിയറിയിൽ ഇവർ പറയുന്നത് ഒരു കുട്ടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കുട്ടി എന്ന് പറയുന്നത്, ആ കുട്ടി ഒരു 3 ലെവലിലാണ് ആ കുട്ടി നിലനിൽക്കുന്നത്. അതായത് ആ കുട്ടിയുടെ അറിവ് എന്ന് പറയുന്നത്, ഏത് കാര്യത്തിന്റെയും അറിവ് എന്ന് പറയുന്നത് 3 ലെവലായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? മുസ്തവ അൽ മഖ്ദിറത്തുൽ ഹാലിയ, കറന്റ് എബിലിറ്റി ലെവൽ. അതായത് ആ കുട്ടിക്ക് നിലവിൽ ഒരു കഴിവുണ്ടാവും, എന്തിനായാലും, ഇപ്പൊ ചിത്രം വരക്കാനായാലും പാടാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായാലും ആ കുട്ടിക്ക് എന്താണ് ഒരു കറന്റ് എബിലിറ്റി ലെവല്, മഖ്ദിറത്തുൽ ഹാലിയ, ഒരു കറന്റ് എബിലിറ്റി, അവന് ഓൾറെഡി ജന്മന ഉള്ള ഒരു കഴിവിന്റെ ലെവൽ ഉണ്ടാകും. ദെൻ ആ കുട്ടി അവൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ട് അവൻ്റെ മാക്സിമം, അവന് എത്രത്തോളം കഴിയോ ആ എഫേർട്ട് എടുത്തിട്ട് അവൻ എവിടേക്കെത്തും? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, മുൻതഖത്തു തതവ്വുറുൽ ഖരീബ, മുൻതഖത്തു തതവ്വുറുൽ ഖരീബ. അവന് എന്താണ്, അവന് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അവന് മാക്സിമം എത്താൻ പറ്റുന്ന ഒരു സ്വന്തം കഴിവിനാൽ അവൻ എത്താൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് എത്തും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഓൾറെഡി ഉള്ള ആ ഒരു കഴിവിൽ നിന്ന് അവൻ സ്വന്തമായിട്ട് അവൻ്റെ അടുത്തുള്ള സ്കില്ലുകളും അവനെ കൊണ്ട് എന്തൊക്കെ കഴിയോ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തിട്ട് അവൻ എത്തുന്ന ലെവലാണ് മുൻതഖത്തു തതവ്വുറുൽ ഖരീബ എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടി അവനെ കൊണ്ട് കഴിയുന്നത് മാക്സിമം കൺസ്ട്രക്ട് ചെയ്തെടുത്തു. പിന്നെ അവനക്ക് എവിടെ എത്തണം? അവന് ഫുൾഫിൽമെന്റിൽ എത്തണം. ആ ഒരു കഴിവ് അവന് പൂർണ്ണമായിട്ടും കിട്ടുന്ന ലെവലിലേക്ക് എത്തണം. ആ ലെവലാണ് മുസ്തവ അൽ മഖ്ദിറത്തുൽ കാമിന, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. അതായത് അവന് പൂർണ്ണമായിട്ടുള്ള ആ ലെവലിലേക്ക് എത്തുന്നു. അവിടേക്ക് അവൻ എങ്ങനെ എത്തുന്നത്? മുസ്തവ അൽ മഖ്ദിറത്തുൽ കാമിനയിലേക്ക് അവൻ എങ്ങനെ എത്തുന്നത്? ഇവിടെയാണ് അവൻ ആരൊക്കെ സഹായിക്കുന്നത്? പേരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് അവൻ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ഏരിയ ക്ലിയർ ആണല്ലോ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇതിന് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു, അറബിക്കിൽ എന്ത് പറയുന്നു, ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കറന്റ് എബിലിറ്റി ലെവൽ, അതായത് അവന് ഓൾറെഡി അവൻ്റെ പക്കലുള്ള കഴിവുകൾ ഉപയോഗിച്ച് അവൻ എത്താൻ പറ്റുന്ന ലെവല്. ദെൻ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതായത് മാക്സിമം അവൻ്റെ കഴിവുകളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവൻ എത്രത്തോളം ഡെവലപ്പ് ആവാൻ പറ്റുമോ അത്രത്തോളം അവൻ്റെ സ്വയം പൊട്ടൻഷ്യലോടെ കൂടി എത്തുന്ന ലെവലാണ് മുൻതഖത്തു തതവ്വുറുൽ ഖരീബ എന്ന് പറയുന്നത്. ദെൻ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, അവിടെ പാരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അതുപോലെ സൊസൈറ്റി, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി അവൻ എത്തുന്ന ലെവലാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ ഔ മുസ്തവ അൽ മഖ്ദിറത്തുൽ കാമിന എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ലെവലും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെ പറഞ്ഞതില് ഇപ്പോൾ ഈ പറഞ്ഞതില് ഈ 2 ലെവലും കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അതെങ്ങനെയാണ് അറബിക്കിൽ അല്ലെങ്കിൽ പെഡഗോജി ഭാഷയിൽ എങ്ങനെയാണ് അത് പറയാന്നുള്ളത് ഒന്ന് ജസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇത് വെച്ചിട്ട് ഒരു ഫെമിലിയർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, മുൻതഖത്തു തതവ്വുറുൽ ഖരീബ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എന്താ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ ഇതിൽ പറയുന്ന വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമുള്ളൂ. എന്താ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലേ, ഒരാൾക്ക് അയാളുടെ സ്വന്തം മാക്സിമം കഴിവ് വെച്ചിട്ട് അവന് എത്താൻ പറ്റുന്ന ആ ഒരു ലെവലാണ് മുൻതഖത്തു തതവ്വുറുൽ ഖരീബ എന്ന് പറയുന്നത്. അതായത് അതിന്റെ അറബി ജസ്റ്റ് ഒന്ന് വായിക്കാണ്. അന്ന ലിക്കുല്ലി ഫർദിൻ, ഓരോ വ്യക്തിക്കും മുസ്തവ അൽ മഖ്ദിറ, അവന് ഒരു കപ്പാസിറ്റി ലെവലുണ്ട്. യുംകിനു അൽ വുസൂലു ഇലൈഹ, അതിലേക്ക് അവൻ എത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ബി മജ്ഹൂദാതിഹി ദാത്തിയ, അവന്റെ സെൽഫായിട്ടുള്ള ഒരു പരിശ്രമം കൊണ്ട്, അവന് സ്വന്തമായിട്ടുള്ള ഒരു പരിശ്രമം കൊണ്ട് അവൻ എത്താൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. എങ്ങനെ? ബിസ്തിഖ്ദാമി മഖ്ദിറാതിഹി അൽ മൗജൂദ ലദൈഹിം, അവന്റെ കയ്യിലുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ സ്വന്തം പരിശ്രമത്തോടു കൂടി ഒരു വ്യക്തിക്ക് എത്താൻ പറ്റുന്ന ലെവലിനെയാണ് മുൻതഖത്തു തതവ്വുറുൽ ഖരീബ ഔ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം പഠിക്കണേ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് അത് ലാംഗ്വേജിലാക്കി പറഞ്ഞെന്ന് മാത്രം.
ദെൻ മൂന്നാമത്തെ ലെവലാണ് മുൻതഖത്തു അൽ മഖ്ദിറത്തുൽ കാമിന, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. എന്താ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും അതുപോലെ ഫ്രണ്ട്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി അവൻ മാക്സിമം ഫുൾഫിൽമെന്റിലേക്ക് എത്തുന്ന ലെവലാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ ഔ മുൻതഖത്തു അൽ മഖ്ദിറത്തുൽ കാമിന എന്ന് പറയുന്നത്. യുസൈദു ത്വാലിബ് ലിൽ വുസൂൽ ഇല അഗ്ലൽ മുസ്തവയാത്ത്. ഇവിടെ എന്താണ്, കുട്ടിയെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുട്ടിയെ സഹായിക്കുന്നു. അല്ലത്തി യുംകിനു അൻ യബ്ലഗ ഫി ഹാദിഹിൽ മൻതഖ ലിമുസാഅദതിഹിൽ ആഖരീൻ. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അവൻ എത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ആണ്. അതായത് അലൽ മുസ്തവിയാത്ത്, ഹയസ്റ്റ് ലെവലിലേക്ക് കുട്ടിക്ക് എത്താൻ വേണ്ടിയിട്ട് ലിമുസാഅദതിഹിൽ ആഖരീൻ, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട് എത്താൻ പറ്റുന്ന ആ ഒരു ലെവലാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. വഹുന യഅതി ദൗറുൽ മുഅല്ലിം വസ്സുമലാ വൽ മുജ്തമി. ഇവിടെയാണ് അധ്യാപകന്റെയും ഫ്രണ്ട്സിന്റെയും സമൂഹത്തിന്റെ ഒക്കെ റോള് വരുന്നത്. അവരുടെ സഹായത്തോടു കൂടിയാണ് കുട്ടിക്ക് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം നളരിയൽ ബനായിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ കീ ടേംസ് എന്തൊക്കെയാണെന്നും അതിൽ വരുന്ന വ്യത്യസ്ത ലെവലുകൾ, ഒരു കുട്ടിയുടെ വ്യത്യസ്ത ലെവലുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അൽ അസ്ഇലത്തു സാബിഖ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞു ഒരുപാട് തവണ വളരെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ എന്തായി, ക്ലിയർ ആയി. ഓക്കെ. മാ ഹിയ റുഇയ ഫി നളരിയത്തി തഅല്ലും വനമുഉ തിഫ്ൽ قوامها أن الطفل يكون نشطا في بناء أنماط التفكير لديه نتيجة تفاعل قدراته الفطرية مع الخبرة. വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്. കണ്ടിട്ട് തന്നെ എന്താവുന്നുണ്ട്, നമുക്ക് പേടിയാവുന്നുണ്ട്. താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അറിയുന്ന ഓപ്ഷൻസ് ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ വലുതാണ്. അപ്പം എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തും? ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒന്നും അറിയാത്തവർ എങ്ങനെയാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് ജസ്റ്റ് പറയാം, എന്നിട്ടത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും കീ ടേം ഉണ്ടോ എന്നുള്ളതൊന്ന് തെരഞ്ഞു കണ്ടുപിടിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഓരോ നളരിയത്ത് എടുക്കുന്ന സമയത്തും പ്രധാനപ്പെട്ടിട്ടുള്ള കീ ടേംസുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കാം. മാഹിയ റുഇയ ഫി നളരിയ തഅല്ലും വനമുഉ തിഫ്ൽ ഖവാമുഹ നത്തിഫിൽ യകൂനു നഷ്തൻ ഫി ബിനാഇ. ഇവിടെ ഒരു ബിനാ കണ്ടോ, ബിനാ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. നളരിയ ബിനാഇയ അല്ലേ, നളരിയ ബിനാഇയ അതുമായിട്ട് ഒരു സെയിം കീ ടേം അല്ലേ. ഓക്കെ. ഞാൻ അൻമാത്ത് തഫ്കീർ ലദൈഹി നതീജ തഫാഉൽ ഖുദ്റാത്തിഹി അൽ ഫിത്രിയ മഅൽ ഖിബ്ര, അങ്ങനെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള മാൽ ഗൈർ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബിനാ എന്നുള്ളതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതിലേക്ക് എത്താൻ പറ്റും, നളരിയ അൽ ബനാഇയ എന്നുള്ളതിലേക്ക് എത്താൻ പറ്റും. അത് ഞാൻ ഒന്നും അറിയൂല, ക്വസ്റ്റ്യൻ കണ്ടിട്ടൊക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് എന്നുള്ളവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ശരിയായ രീതിയിൽ പറഞ്ഞുതരാം. മഹിയ റുഇയ ഫി നളരിയത്തി തഅല്ലും വനമുഉ തിഫ്ൽ, അതായത് ഒന്നുമില്ല, ലേണിംഗ് ആൻഡ് വനമുഉ തിഫ്ൽ, കുട്ടിയുടെ എന്താണ് ഗ്രോത്ത്. ലേണിംഗ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് തിയറീസിൽ ഏത് റുഇയത്ത്, ഏത് നളരിയത്താണ് ഇങ്ങനെ പറയുന്നത്? നമ്മളെ എന്താ പറയുക, ലാംഗ്വേജിലൊന്ന് പേടിപ്പിച്ചിട്ട് അവർ ചോദിക്കുക. ഇതിനൊന്നും ആവശ്യമില്ല. ഏത് തിയറി അങ്ങനെ പറയുന്നത്? ഈ തിയറി എന്താ പറയുന്നത്? അന്ന തിഫിൽ യകൂനു നഷ്തൻ, കുട്ടി എന്താണ്, യകൂനു നഷ്തൻ അവൻ ആക്റ്റീവായിരിക്കും, ഫി ബിനാഇ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ, അൻമാത്തി തഫ്കീർ ലദൈഹി അവൻ്റെ അടുത്തുള്ള ചിന്തകൾ വെച്ചിട്ട് അവന് ഓരോ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിൽ അവൻ എന്തായിരിക്കും, ആക്റ്റീവായിരിക്കും. അവൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, ഓരോ തോട്ടുകൾ, ഓരോ തിങ്കിങ്സ് അവനിൽ എത്തുന്നത്? നതീജ തഫാഉൽ ഖുദ്റാത്തിഹി അൽ ഫിത്രിയ, എങ്ങനെ അവൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കപ്പാസിറ്റിയിൽ ഇൻ്ററാക്ട് ചെയ്തിട്ട്, മാൽ ഖിബ്ര മറ്റുള്ളവരുമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവന് ഒരുപാട് തഫ്കീറുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഏത് തിയറിയാണ് പറയുന്നത്? നളരിയൽ ബനാഇയ, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, നളരിയത്തുൽ ഇജ്റാഇയ, നളരിയത്തുൽ ജസ്തലത്തിയ, ജസ്റ്റാൾട്ട് തിയറി. ഇതിൽ ഏതാണ് പറയുന്നത്? നളരിയൽ ബനാഇയ. ഇവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല, ഞാൻ ക്ലാസ്സിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഓപ്ഷനിൽ നിന്ന്
നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോയാലും കുറേയൊക്കെ ആൻസർ കിട്ടും. അതായത് ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരാളാണ് നെളരിയൽ ബനാഇയ. അതുപോലെ നെളരിയ സുലൂക്കിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് ഇത്രയും കാലത്തെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ രണ്ട് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിനാ എന്നുള്ളത് തന്നെ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സുലൂക്കിയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് ഹിഫ്ള് ചെയ്യുക, തഖ്ലീദ് ചെയ്യുക, തക്റാർ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സുലൂക്കിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളവരെന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് ഇതിലെ കീ ടേംസ് ഏതാന്നുള്ളത് ഒന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ചാൽ തന്നെ ശരിയായ ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ ബുദ്ധിമുട്ടായവർക്ക് ഞാനൊരു ലാസ്റ്റ് ടൈം ടാക്ടിക് എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. നെക്സ്റ്റ്, മിൻ മസ്ഊലിയത്തിൽ മുദരിസ് അല അസാസിൽ ഇത്തിജാഹിൽ ബിനാഇ. അതായത് കൺസ്ട്രക്റ്റിവിസം ത്തിന്റെ ഒരു വീക്ഷണത്തിൽ, അതിൻ്റെ ഒരു ബേസിൽ ഒരു അധ്യാപകന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ, തൗഫീറുൽ ഫുർസ് ലിദ്ദാരിസീൻ ലിതഹ്ലീലിൽ മാലൂമാത്ത്. അതായത് ഓരോ അറിവുകളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അവസരം നൽകുക. ബി, ഒരു പോസിറ്റീവായ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പെഡഗോജിയിൽ. അപ്പോൾ അതിന് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് തിരിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിലെ ശരിയായ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതൊരു പോസിറ്റീവായ ആൻസറാണ്. നെക്സ്റ്റ്, തൗഫീറുൽ ഫുർസ് ലിദ്ദാരിസീൻ. ഇവിടെ കുട്ടിക്ക് അവസരം കൊടുക്കുന്നുണ്ട് അധ്യാപകൻ. എന്തിന്? ലി ബിനാ ഇൽ മാലൂമാത്തിൻ ജദീദ, പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫി ലൗ ഇമാ ഖറഅ വഹല്ലല, അവൻ വായിച്ചതിൻ്റെയും അപഗ്രഥിച്ചതിൻ്റെയൊക്കെ ബേസിൽ പുതിയ അറിവുണ്ടാക്കാനൊക്കെ ഉള്ള അവസരം കൊടുക്കുക പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലേ, ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. ദെൻ തൗഫീറുൽ ഫുർസ് ലിദ്ദാരിസീൻ, കുട്ടിക്ക് അവസരം കൊടുക്കുന്നുണ്ട് ലി തഷ്കീലി മൻഹജൻ ദിറാസി ജദീദ്. അതായത് പുതിയൊരു ഒരു മൻഹജൻ ദിറാസി എന്ന് പറഞ്ഞാൽ എന്താണ്, സിലബസ് അല്ലെങ്കിൽ ഒരു കരിക്കുലം, പുതിയൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാനൊക്കെ കുട്ടിക്ക് അവസരം നൽകുന്നു. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കറിയാം, ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ടീച്ച് ചെയ്തിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ട് അതിൽ നിന്നാണ് വലിയ വലിയ ആളുകളാണ് സിലബസ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. വലിയ ഒരുപാട് പ്രായമേറിയിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് എലിജിബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ഒക്കെ തയ്യാറാക്കുന്നത്. കാരണം അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ അറിവുള്ളവർ അവർ മാത്രമാണ്. അപ്പം നമ്മളതൊരിക്കലും ഒരു കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു രണ്ട് കാര്യം, എ ആൻഡ് ബി എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളും അവന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു അധ്യാപകന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതൊന്നുമല്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, അമലിയ ലാ തുവാഫിഖു ബിമുആലജത്തിൽ അഖ്താ ഫി മൻദൂരിൻ നളരിയൽ ബനാഇയ. ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, മുആലജത്തുൽ അഖ്താ. അതായത് കുട്ടിയുടെ അടുത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. കുട്ടികളാണ് അവർ പലതും എഴുത്ത് കൊണ്ടായാലും അല്ലെങ്കിൽ വായനയിലായാലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നതിലായാലൊക്കെ എന്തുണ്ടാകും, അവരുടെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കിനെ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് അമലിയ ലാ തുവാഫിഖു ബിമുആലജത്തിൽ അഖ്താ ഫി മൻദൂരിൻ നളരിയൽ ബനാഇയ. കൺസ്ട്രക്റ്റിവിസം തിയറി ബേസ് ചെയ്തിട്ട് തെറ്റുകൾ തിരുത്തുന്നതുമായിട്ട് യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ എ, തസ്ഹീഹുൽ അഖ്താ മുബാഷിറ. ഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ തെറ്റ് തിരുത്തുക. അതായത് നീ എഴുതിയത് തെറ്റാണ്, ശരിയായത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത്തത് തഖ്ദീമുൽ മുഹാദസാത്തുൻ നമൂദജിയ. കുട്ടിക്ക് എന്താണ്, മോഡലുകൾ, മാതൃകകൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടി എന്താണ്, അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുട്ടി സ്വന്തം തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. ദെൻ അൽ ഖിയാം ബി തഹ്രീർ വ തഹ്സീൻ ബി മുസാദത്തി സുമലാ വൽ മുദരിസ്. അതായത് അധ്യാപകന്റെയും ഫ്രണ്ട്സിന്റെയും സഹായത്തോട് കൂടിയിട്ട് കുട്ടി എന്ത് ചെയ്യുക, ആ തെറ്റൊക്കെ തിരുത്തി അത് നന്നാക്കുക. ദെൻ ജമിഉൽ ഇജാബാത്ത് ഖാത്തിയ, എല്ലാ ഉത്തരങ്ങളും എന്താണ്, തെറ്റാണ്. അപ്പം എന്താണ്, തസ്ഹീഉൽ അഖ്താ മുബാഷിറ. ഒരിക്കലും കുട്ടികളുടെ തെറ്റ് ഡയറക്റ്റ് ആയി തിരുത്താൻ പാടുള്ളതല്ല. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞാണ്, നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മുആലജത്തുൽ അഖ്താ, തെറ്റുകൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ
തസ്ഹീഹുൽ അഖ്താ മുബാഷിറ, ഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നതുണ്ടെങ്കിൽ അത് ശരിയായ ഒരു മാതൃകയല്ല. കാരണം എന്താണ്, നമ്മളൊരു കുട്ടിയുടെ തെറ്റ്, ആ കുട്ടി എഴുതിയത് നേരെ തെറ്റിട്ടിട്ട് അത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് തൻ്റെ തെറ്റെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തം ചിന്തിച്ചിട്ട് ശരിയിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കുട്ടിയുടെ എന്താണ്, നമ്മൾ അവിടെ ആ കുട്ടിയെ എന്ത് ചെയ്യാണ്, അടിച്ചമർത്താണ്. അപ്പം അതിനെ വളരെ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മളുടെ ലേണിംഗ് തിയറീസ് പറയുന്നത്. അതേസമയം കുട്ടികൾക്ക് ഒരു മോഡല്, ഒരു നമൂദജ് അവിടെ കൊടുക്കുന്ന സമയത്ത് കുട്ടി അതുമായിട്ട് തൻ്റെത് കമ്പയർ ചെയ്യും. എന്നിട്ട് തൻ്റെ തെറ്റ് എന്തൊക്കെയാണ് അവൻ മനസ്സിലാക്കും. അതവൻ എന്താ ചെയ്യൂല, മറന്നു പോവാത്ത അവസ്ഥയായിരിക്കും. നെക്സ്റ്റ്, അൽ ഖിയാം ബി തഹ്രീർ വ തഹ്സീൻ ബി മുസാദത്തി സുമലാ വൽ മുദരിസ്. അതുപോലെ തന്നെ അധ്യാപകന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ സഹായത്തോടു കൂടി ചെയ്യുന്ന സമയത്തും അവൻ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരാളുടെ മുന്നിൽ എങ്ങനെ തൻ്റെ തെറ്റ് അതായത് എൻ്റെ തെറ്റ് എങ്ങനെ അംഗീകരിക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ പഠിക്കുന്നുണ്ട്. അതായത് ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട് അവൻ തെറ്റ് തിരുത്തുന്ന സമയത്ത് മറ്റുള്ളവരെ അംഗീകരിക്കാനും തൻ്റെ തെറ്റ് പറയുന്ന സമയത്ത് അത് കേട്ട് അത് തിരുത്താനൊക്കെ ഉള്ള ഒരു മനസ്സ് ആ കുട്ടിക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം തെറ്റാണെന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. ഓക്കെ, അപ്പൊ തസ്ഹീഹുൽ അഖ്താ മുബാഷിറയാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഇതുണ്ടോ, ബിന, യബ്നി, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് നളരിയ അൽബനായിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന്. ഓക്കെ, ജസ്റ്റ് നോക്കാം. الدارس يبني ويختلق علوما من عند نفسه بتفاعله مع البيئة والمجتمع. هذا التصريح موافق لي. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് താഴെ എന്ത് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നളരിയ സുലൂക്കിയ, ബിഹേവിയറിസം, നളരിയ അൽ ബിനാഇയ അൽ ഇജ്തിമാഇയ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, നളരിയ അൽ മുഹാവല വൽ ഫഷ്. മുഹാവല വൽ ഫഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മുടെ സുലൂക്കിയയിൽ വന്നിട്ടുള്ളതാണ്. ദെൻ ജമിയുൽ ഇജാബാത്ത് ഖാത്തിയ, എല്ലാ ഉത്തരങ്ങളും തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കോട്ടിങ് തന്നിട്ടുണ്ട്. ഈ കോട്ടിങ് ഇവിടെ ഒരു കോട്ടിങ് തന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രസ്താവന ഹാദ തസ്രീഹ് മുവാഫിഖുൻ ലി, അല്ലെ, മുവാഫിഖുൻ ലി. ക്വസ്റ്റ്യന്റെ സ്റ്റൈലുകൾ മനസ്സിലാക്കി വെക്കണേ, ഓരോ രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നളരിയൽ ബനായിയിൽ നിന്ന് നമ്മൾ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, 4ഉം വ്യത്യസ്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ പാറ്റേണുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നതിന്റെ വലിയൊരു വിജയം. അപ്പോൾ ഈ ഒരു പ്രസ്താവന ഏത് നളരിയത്തുമായിട്ട് യോജിക്കുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താ പ്രസ്താവന? അപ്പൊ ആ പ്രസ്താവനയിൽ തന്നെ ഉണ്ടാവും നമ്മളെ കീ ടേംസ്. ഓക്കെ, അദ്ദാരിസ്, ഒരു കുട്ടി, യബ്നി, അവൻ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു, അവൻ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരു കുട്ടി സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒലൂമൻ മിൻ അൻദി നഫ്സിഹി, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ഉള്ളിൽ ഒരുപാട് അറിവുകൾ അവന് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ബിത്തഫാഉലിഹി മഅൽ ബിഅ വൽ മുജ്തമ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കീ ടേംസാ, നമ്മൾ ആ ബ്ലാക്ക് കളറിൽ കൊടുത്ത കീ ടേംസ് അതൊക്കെ. അതായത് അവന്റെ ചുറ്റുപാട്, അവന്റെ എൻവയോൺമെന്റുമായിട്ടും അവന്റെ സമൂഹമൊക്കെമായിട്ടുമുള്ള തഫാവുലോട് കൂടിയിട്ട്, തഫാവുൽ ഔ താമുൽ നേരത്തെ നമ്മൾ പറഞ്ഞു, അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ അവൻ സ്വന്തമായിട്ട് ഒരുപാട് ഉലൂമുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടാണ്? നളരിയൽ ബനാഇയ അൽ ഇജ്തിമാഇയ. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കീവേഡ്സ് മാത്രമാണ് അതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, തസ്രീഹാത്തുൻ ലാ തുവാഫിഖ്. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിക്കണേ, കാരണം നമ്മളിങ്ങനെ ഓടിച്ചു വായിച്ചു പോകും. ഇവിടെ എന്താ ചോദിക്കുന്നത്? തസ്രീഹാത്തുൻ ലാ തുവാഫിഖു മഅൽ അഫ്കാറുൻ നളരിയൽ ബനാഇയ. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന തോട്ടുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ചില സമയത്ത് തസ്രീഹാത്തുൻ തുവാഫിഖു മഅന്നായിരിക്കും, അവിടെ യോജിക്കുന്നത് ഏതാണെന്നാ. അപ്പോൾ ഇവിടെ യോജിക്കുന്നത് എന്നാണോ യോജിക്കാത്തത് എന്നാണോ ചോദിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് ഓടിച്ചു പോകും, എന്നിട്ട് എന്ത് ചെയ്യും, വേഗം ഫസ്റ്റ് കാണുന്നത് ടിക്ക് ചെയ്തിട്ട് പോകും. ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പെഡഗോജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ കാണാൻ പറ്റും. പെഡഗോജിയിൽ എന്താണ്, ഇഖ്തർ അൽ അസിഹുൽ അജൂബ, ഏറ്റവും ശരിയായ ആൻസറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 4 ഉത്തരങ്ങളും ശരിയാവും. അപ്പം അതിൽ ഏറ്റവും ശരിയായതിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ 4 ഓപ്ഷനും വായിക്കാനുള്ള ഒരു സാവകാശം എന്തെങ്കിലും എന്ത് ചെയ്യണം, കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ നളരിയൽ ബനാഇയ കൺസ്ട്രക്റ്റിവിസവുമായി യോജിക്കാത്ത പ്രസ്താവന. ഫസ്റ്റ് വൺ അത്തർക്കീസ് അല തദ്രീസ്. എന്താ തദ്രീസ് എന്ന് പറഞ്ഞാല്? തദ്രീസ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്. ഓക്കെ, അതേസമയം തദറുസ് എന്ന് പറഞ്ഞാൽ ലേണിങ്. തദ്രീസ് ടീച്ചിങ്, ഇവിടെ റിയാ വരും. താലും ലേണിങ്, താലീം ടീച്ചിങ്. അപ്പൊ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അപ്പൊ ടീച്ചിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ അത്തഹ്രീൽ അല ഹുരിയത്തി ദാരിസീൻ, കുട്ടികളുടെ സ്വാതന്ത്ര്യം അതിനെ മോട്ടിവേറ്റ് ചെയ്യുക. കുട്ടികൾ കൂടുതൽ ഫ്രീഡം ഉള്ളവരായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ദെൻ ഇഖ്ദാറു ദാരിസീൻ അല തകൂന അൽ അഹ്ദാഫ് അല അൻ തകൂന അൽ അഹ്ദാഫ് ഫിൽ ഹയാത്ത്, അതായത് ജീവിതത്തിൽ ഗോൾസുകളൊക്കെ ഉള്ളവരാവാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്ത് ചെയ്യുക, പ്രാപ്തരാക്കുക. ദെൻ അത്തർക്കീസ് അല നളരിയൽ മഅറഫിയ, കോഗ്നിറ്റീവ് തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിൽ ഏതാണ് നളരിയൽ ബനാഇയ യോജിക്കാത്തത്? നമുക്കറിയാം ടീച്ചിങ് അല്ലെ. ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യുന്നില്ല, ലാ തസ്തനിദു അലൽ മുതഅല്ലിം അലൽ മുഅല്ലിം, അതായത് അധ്യാപകനെ അല്ല അവലംബിക്കുന്നത്. അവിടെ എന്താണ്? തസ്തനിദു അലൽ മുതഅല്ലിം വ അഫ്കാറുഹു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, അവിടെ കുട്ടിയെയും അവന്റെ ചിന്തയെയുമാണ്, അതായത് സ്റ്റുഡൻറ് സെൻട്രിക് ആണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അവിടെ ടീച്ചർ സെൻട്രിക് എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരതുമായി യോജിക്കുന്നില്ല. അതേസമയം കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അതൊരു പോസിറ്റീവാണ്. അതുപോലെ കുട്ടികൾ ജീവിതത്തിൽ ഗോൾസ് ഉള്ളവരായി ആവാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക, അതൊക്കെ കുട്ടിക്ക് വലിയൊരു കപ്പാസിറ്റിയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കുട്ടിയെ കോഗ്നിറ്റീവ് തിയറിയുമായിട്ട് അതിൽ സെൻറ്റേർഡ് ആവുക. കോഗ്നിറ്റീവ് തിയറി എന്താ പറയുന്നത്? ഇന്റേണൽ മെമ്മറിയിൽ കുട്ടിക്ക് എന്താണോ ഉള്ളിലേക്ക് മനസ്സിലായത് അതിൻ്റെ ബേസിൽ കുട്ടി എന്ത് ചെയ്യണം, കാര്യങ്ങൾ പിന്നെ പിന്നെ ഡെവലപ്പ് ചെയ്യുക. അതല്ലാതെ അവന് മനസ്സിലാവാത്തതുമേൽ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് ബേസ് നന്നാവാഞ്ഞാൽ, തറ നന്നാവാഞ്ഞാൽ ആ ഒരു എന്താണ് കെട്ടിടം തന്നെ പൊളിഞ്ഞു വെക്കൂലേ. അതേസമയം അവന് ബേസ് ഓരോന്ന് ഉള്ളിലുള്ളത് മനസ്സിലായിട്ടാണ് അതിന്മേൽ ബിനാ ചെയ്യണം എന്നാണ് മഅറഫിയ പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു തിയറിയും യോജിക്കാത്ത ഒറ്റ തിയറിയേ ഉള്ളൂ. അതാരാണ്? മദ്രസത്ത് സുലൂക്കിയ, ബിഹേവിയറിസം. ബിഹേവിയറിസം അല്ലാത്ത ബാക്കി എല്ലാ തിയറികളും തന്നെ എന്താണ്, അവരൊക്കെ തമ്മിൽ യോജിക്കുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ടാബിൾ ഉണ്ടല്ലോ, ആ ടാബിളിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു തിയറിയുമായിട്ടും യോജിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആലിമൻ ലൈസ മിൻ റുവാദ് അൻ നളരിയൽ ബനാഇയ. ഒരുപാട് തവണ ഒരുപാട് തിയറീസിനെ കുറിച്ച് ഒരേ രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കൺസ്ട്രക്റ്റിവിസത്തിന്റെ റുവാദുകളിൽ പെടാത്തത് എന്ന്. പിയാഷെ, നോം ചോംസ്കി, ബ്രൂണർ, പാവ്ലോ. ഏതാ ആൻസർ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ് ആൻസർ? ചോംസ്കി എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാരും ശ്രദ്ധിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യനാ ചോദിച്ചത്. ശരി ഉത്തരം ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്നും കൂടെ എന്ത് ചെയ്യുക, നമ്മളൊന്നും കൂടെ ബോധേഡാവുക. എന്താണ് ഇവിടെ ചോദിച്ചത്? പാവ്ലോ എന്തുകൊണ്ട് അവിടെ ആൻസർ ആയി അത് നമ്മൾ പഠിക്കണം. അത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. പാവ്ലോ എന്തുകൊണ്ട് ആൻസർ ആയി? പാവ്ലോ ഏതിൽ അസ്ഹാബാണ്? ഏത് നളരിയലും? യെസ്, ബിഹേവിയറിസം. യെസ്, ബ്രൂണർ ഏതിൽ വരും? ബ്രൂണർ കൺസ്ട്രക്റ്റിവിസ ബ്രൂണർ വരുന്നേ. അതാണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് പറഞ്ഞത്. ആ ഒരു ടാബിളിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആ ടാബിൾ തന്നെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് ഇത്തരം ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ആ ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരും ചെയ്യും കേട്ടോ. ഓക്കെ, ബ്രൂണർ ഏതിൽ വന്നു? നളരിയൽ മഅറഫിയ കോഗ്നിറ്റിവിസത്തിലാണ് ബ്രൂണർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആരൊക്കെ ഉണ്ട്? വേറെ പിയാഷെ ഉണ്ട്, സുഷ്മാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിൽ നമ്മൾ പറഞ്ഞു ഇത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടാണ്. ബ്രൂണർ വരുന്നത് ഏതാ? കോഗ്നിറ്റിവിസം. നോം ചോംസ്കി യൂണിവേഴ്സൽ ഗ്രാമർ തിയറി UGT-യുമായി ബന്ധപ്പെട്ടിട്ടാണ് നോം ചോംസ്കി വരുന്നത്. നിങ്ങൾ വളരെ ബേസ് ആയിട്ട് ആ ടാബിൾ എന്നെങ്കിലും പഠിച്ചു വെക്കണേ. നിങ്ങൾക്ക് 2 or 4 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ദെൻ പിയാഷെ കോഗ്നിറ്റിവിസ് ആണ്, കൺസ്ട്രക്റ്റിവിസ് ആണെന്ന് വിചാരിക്കരുത്, കോഗ്നിറ്റിവിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? ആലിമുൻ ലൈസ മിൻ റുവാദിൻ നളരിയൽ ബനാഇയ
കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താവല്ലാത്തത് ആരാണ് എന്നാ ചോദിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ പിയാഷെ വരുന്ന കോഗ്നിറ്റിവിസ് ആണ്, നോം ചോംസ്കി വരുന്ന യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ആണ്, ബ്രൂണർ കോഗ്നിറ്റിവിസ് ആണ്, പാവ്ലോ ബിഹേവിയറിസ് ആണ്. പിന്നെ കൺസ്ട്രക്റ്റിവിസത്തിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് വൈഗോട്സ്കൈ ആണ്. അതാണെങ്കിൽ ഓപ്ഷനിൽ വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ നമ്മൾ ആൻസറിലെത്തും? അപ്പോഴാണ് നമ്മൾ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസറിൽ എത്തണം എന്ന് പറയുന്നത്. അതിനൊരു കീവേഡ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞങ്ങോട്ട് പോയിട്ടുള്ളൂ. യെസ്, ഞാൻ പറഞ്ഞത് എന്താണ്? ബിഹേവിയറിസം എന്ന് പറയുന്ന ബിഹേവിയറിസം എന്ന് പറയുന്നത് മറ്റൊരു തിയറിയുമായിട്ട്, നമ്മൾ ആ ടാബിളിൽ ഒരുപാട് തിയറി പറഞ്ഞു, അതിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന തിയറി ബാക്കിയുള്ള ഒരു തിയറിയുമായിട്ട് യോജിക്കുന്നില്ല. അതേസമയം ബാക്കി തിയറികൾ UGT ആവട്ടെ, കോഗ്നിറ്റിവിസം ആവട്ടെ, കൺസ്ട്രക്റ്റിവിസം ആവട്ടെ, ഇവരൊക്കെ ഒരു ടീമാണ്. കാരണം എന്താണ്? ഇവരെല്ലാവരും പറയുന്നത് കുട്ടി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യട്ടെ, കുട്ടി സ്വന്തമായിട്ട്, അതായത് പഠനം സ്റ്റുഡൻറ് സെൻട്രിക് ആവട്ടെ, അതല്ലാതെ ടീച്ചർ സെൻട്രിക് ആവരുത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധിക സമയത്തും ചോദിക്കലുണ്ട്. ആ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അവരുടെ ഡയറക്റ്റ് അസ്ഹാബ് ഇതിലുണ്ടായിരിക്കും. ഇപ്പോൾ വൈഗോട്സ്കൈ ഇതിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശരിയായ ആൻസർ. പക്ഷെ അതില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ എന്തോ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പോൾ ബിഹേവിയറിസത്തിന്റെ ആരെങ്കിലും അതിലുണ്ടായിരിക്കും. അവരെന്ത് ചെയ്താൽ മതി? അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തസ്നീഹുൻ യുവാഫിഖു മഅൽ ഫിക്റ മിൻതഖത്തു തതവ്വുറുൽ ഖരീബ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി യോജിച്ച പ്രസ്താവന ഏതാണ്? ലിക്കുല്ലി ഫർദിൻ മുസ്തവ യുംകിനുൽ വുസൂൽ ഇലൈഹി. ഓരോ വ്യക്തിക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു ലെവലുണ്ട്. ദെൻ മുസ്തവ മഖദിറത്തുൽ ഹാലിയ യാനി കറന്റ് എബിലിറ്റി ലെവൽ. മുസ്തവ മഖദിറത്തുൽ കാമില യാനി പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ജമിഉൽ ഇജാബാത്ത് സ്വഹീഹ. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. ഇതിൽ ഏതാണ് സോൺ ഓഫ്? യെസ്, ഓപ്ഷൻ എ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ അണ്ടറിൽ വരുന്ന ചെറിയൊരു ടെക്സ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന, എങ്ങനെയാണ് അവൻ എത്തിപ്പെടാൻ സാധിക്കുന്നത്? ബി മജ്ഹൂദാത്തിഹി ദാത്തിയ. അവന്റെ സ്വന്തം എഫേർട്ട് കൊണ്ട്, അതായത് അവന്റെ കയ്യിൽ ഉള്ള കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ട് അവൻ എത്തിപ്പെടാൻ പറ്റുന്ന ലെവലാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. മുസ്തവ മഖദിറത്തുൽ ഹാലിയ കറന്റ് എബിലിറ്റി ലെവൽ. അവന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു കഴിവിന്റെ ആ ഒരു ലെവലാണ് അത്. മുസ്തവ മഖദിറത്തുൽ കാമില യാനി അവന് മാക്സിമം പാരൻസിന്റെയും സ്റ്റുഡൻസിന്റെയും ഫ്രണ്ട്സിന്റെയും ടീച്ചറിന്റെ ഒക്കെ സഹായത്തോടു കൂടി, മുസാദത്തുൽ ആഖരീൻ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട് അവൻ എത്തിപ്പെടാൻ ലെവലാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പോഴാണ് അവന് ഫുൾഫിൽ ആകുന്നത്. നെക്സ്റ്റ് മാ ദലാല. ഈ ഒരു കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ഈ ഒരു തിയറിന്റെ ഏരിയയിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. മാ ദലാലത്തുൽ ഇസ്തിലാലി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മുൻതഖത്തു അൽ മുതവഖ അൽ ഖരീബ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് കറന്റ് എബിലിറ്റി, സോൺ ഓഫ് പൊട്ടൻഷ്യൽ എബിലിറ്റി, സോൺ ഓഫ് ഡിഫറൻഷ്യൽ എബിലിറ്റി. ഇതിലേതാ? ഇവിടെ എന്താ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന് പറഞ്ഞേ? ഇവിടെ പറഞ്ഞ മുൻതഖത്തു തതവ്വുറുൽ ഖരീബ. ഓക്കെ, മുൻതഖത്തു തതവ്വുറുൽ ഖരീബ എന്നാണ് പറഞ്ഞത്. അതേസമയം ഇവിടെ പറയുന്നതോ മുൻതഖത്തു അൽ മുതവഖൽ ഖരീബ. അപ്പം കണ്ടോ, ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കാരണം പല രീതിയിലേക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? എത്തും. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആൻസറിലേക്ക് എത്താൻ പറ്റും. മുൻതഖ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൺ. സോണിനാണ് ഒരു മേഖല, അല്ലെങ്കിൽ അതിനെയാണ് മുൻതഖ എന്ന് പറയുന്നത്. ഖരീബ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോക്സിമൽ, അടുത്ത് എന്നുള്ളതാണ് ഖരീബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഇവിടെ മുതവഖിയ എന്ന് ചോദിക്കും, അതും ഡെവലപ്മെന്റിന് പറയാം. അല്ലെങ്കിൽ മുതതവ്വറ എന്നുള്ള രീതിയിലും ചോദിക്കും, തതവ്വുർ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ്. ലൈസ മിൻ അബ്റസ് റുവാദിൻ നളരിയൽ ബനാഇയ. കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താക്കളിൽ പെടാത്തത് ജോൺ ഡീവെ. അതിന്റെ ഏറ്റവും നിപുണരായ വക്താക്കളിൽ പെടാത്തത് ആരെന്നാ ചോദിച്ചേ? ലൈസ മിൻ അബ്റസ് റുവാദ്. ജോൺ ഡീവെ, ജോൺ വാട്സൺ, ജീൻ പിയാഷെ, വൈഗോട്സ്കൈ. ജോൺ ഡീവെ ആണ് ഒന്ന്, ജോൺ വാട്സൺ ആണ്. ജോൺ വാട്സൺ ഏതിന്റെ മുഅസ്സിസ് ആണ്? സുലൂക്കിയ. യെസ്, ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിൽ കൂട്ടത്തിൽ പെടാത്തത് ഒന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയ ഈ രണ്ട് സ്ഥലത്തും ജോൺ ഉണ്ട്,
മാറിപ്പോവരുത്. ബിനായിയയിൽ വരുന്നത് ജോൺ ഡീവേ ആണ്, അതേസമയം മറ്റൊരുത്ത് വാട്സൺ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അൽ-ആലിം അല്ലദീ ഖദ്ദമ നളറിയ സഖാഫത്തുൽ ഇജ്തിമാഇയ്യ, സോഷ്യോ കൾച്ചറൽ തിയറി മുന്നോട്ട് വെച്ചതാരാണ്? ഓക്കെ, വൈഗോട്സ്കൈ ആണ്. നളറിയ സഖാഫത്തുൽ, ഇതൊക്കെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അങ്ങോട്ട് ചെറിയ ചെറിയ ചേഞ്ച് ഉള്ള അതിന്റെ അണ്ടറിൽ വരുന്ന തിയറീസ് തന്നെയാണ്. ഓക്കെ, വൈഗോട്സ്കൈ ആണ് അത് മുന്നോട്ട് വെച്ചത്. നെക്സ്റ്റ് അന്നളറിയൽ ബിനാഇയ്യ ഇജ്തിമാഇയ്യ തുറക്കിസ് അല, അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്തിലാണ് കേന്ദ്രീകരിക്കുന്നത്? അൽ ജാനിബുൽ ഫർദി, ഒരു വ്യക്തിയുടെ സൈഡിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അൽ ജാനിബു സുലൂക്കി, അവന്റെ ബിഹേവിയറൽ സൈഡ്, അല്ലെങ്കിൽ അൽ മുഅല്ലിം അധ്യാപകനെ, അല്ലെങ്കിൽ അൽ ജാനിബുൽ ഇജ്തിമായി സോഷ്യൽ സൈഡ്, അൽ ജാനിബുൽ ഇജ്തിമായി സോഷ്യൽ. ഇജ്തിമായി ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത് ഫർദിയിലും സുലൂക്കിയിലും ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആര്? ഇജ്തിമായി, സോഷ്യൽ എന്ന് പറയുന്നത്. ഇഖ്താർ മാലാ യുലാഇം ബിന്നളറിയൽ ബിനാഇയ്യ, കൺസ്ട്രക്റ്റിവിസവുമായിട്ട് യോജിക്കാത്തത് ഏതാണ്? മാലാ യുലാഇം, മാലാ യുവാഫിഖ്, യോജിക്കാത്തത്. അത്താലീം ഹുവ നഖലുൽ മാലൂമാത്ത്, അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഫർമേഷൻസ്, ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ഇൻഫർമേഷൻസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത അന്ന ഷഖ്സ് യബ്നി മാലൂമാത്തിഹി, ഓരോ വ്യക്തിയും എന്താണ്? ഇൻഫർമേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാണ്. ബിനാ ഉൽ ഇൽമ അലാ മാരിഫത്തിൻ സാബിഖ, അതുപോലെ തന്നെ ഓരോ ഇൽമുണ്ടാക്കുന്നതും അറിവുണ്ടാകുന്നത് പ്രിയർ നോളജിനെ, മുമ്പുള്ള അറിവിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ബാക്കി അയിമലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് അത്തർക്കീസ് അലൽ മുതാലിം, സ്റ്റുഡന്റ് സെൻട്രിക്. ഇതിൽ ഏതാണ് നളറിയൽ ബിനാഇയ്യയുമായി യോജിക്കാത്തത്? ഓപ്ഷൻ ഡി. കാരണം യെസ്, ഞാനിപ്പോ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ, നിങ്ങൾ നല്ലോണം നോക്കണം. ടീച്ചറിന് എന്താ പറയാ? ഇവിടെ എന്താ ചോദിച്ചേ? മുതാലിം. ചെറിയൊരു അക്ഷരം കൊണ്ട് നമ്മള് സ്കോർ വെറുതെ കളയാണ്. നല്ലോണം ശ്രദ്ധിക്കണം, ഞാനിപ്പോ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പം സ്റ്റുഡന്റ് സെൻട്രിക് എന്നുള്ളതല്ലേ, അതായത് കുട്ടിയിൽ കേന്ദ്രീകരിക്കണം, അതന്നല്ലേ നളറിയൽ ബിനാഇയ്യ പറയുന്നേ. അപ്പൊ അത് ശരിയല്ലേ? ഇവിടെ എന്താണ്? ബിനാ ഉൽ ഇൽമ് അല്ലെ, അറിവ് ക്രിയേറ്റ് ചെയ്യുന്നത് അല മാരിഫത്തിൻ സാബിഖ, മുമ്പ് കുട്ടിക്ക് എത്രയാണോ അറിയുന്നത് അതിമ വെച്ചിട്ട്, അതായത് കുട്ടിക്ക് കറന്റ് എബിലിറ്റി ലെവൽ ഉണ്ട്, അത് വെച്ചിട്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അത് വെച്ചിട്ട് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, ഇങ്ങനെ എത്തല്ലേ. അപ്പൊ കുട്ടി പ്രിയർ നോളജിമലാണ് നോളജ് ഉണ്ടാക്കുന്നത്. അന്ന ഷഖ്സ് യബ്നി മാലൂമത്തിഹി, ഓരോ വ്യക്തി എന്താണ്? അറിവുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യല്ലേ, ശരിയല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ടീച്ചിങ് ഹുവ നഖലുൽ മാലൂമാത്ത്, ട്രാൻസ്ഫർ ഓഫ് നോളജ് ആണ്. അത് വളരെ തെറ്റല്ലേ? ബിഹേവിയറിസ്റ്റ് തിയറി അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതായത് എന്താണ്? ഇപ്പോ നഖലുൽ മാലൂമാത്ത്, അറിവ് ഇങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അതെന്താണ്? ടീച്ചർ സെൻട്രിക് ആണോ സ്റ്റുഡന്റ് സെൻട്രിക് ആണോ? യെസ്, ടീച്ചർ സെൻട്രിക് ആണ്. അപ്പൊ ടീച്ചർ സെൻട്രിക് ആണ്. അപ്പൊ അതിനോട് ഒരിക്കലും ആര് യോജിക്കുന്നില്ല? നളറിയൽ ബിനാഇയ്യ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മളുടെ ടീച്ചിങ് ഒക്കെ കൂടുതൽ എങ്ങനെയാണ് വരുന്നത്? ടീച്ചർ സെൻട്രിക് ആണ്. കാരണം ടീച്ചർ കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെ ഇവിടെ നിന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ എന്താണ്? ലൈവ് ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ്? കുറച്ചും കൂടി ഇന്ററാക്ഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായില്ല എന്നുള്ളത് കുറെ കൂടി എനിക്ക് കിട്ടും. പക്ഷെ അതേസമയം നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് ആണെങ്കിലോ, അവിടെ ടീച്ചർ ഇങ്ങനെ പറയുന്നു, സ്റ്റുഡന്റ് അവിടെ ഇങ്ങനെ കേൾക്കുന്നു. ഇതാണ്, അതായത് അവിടെ എന്താണ് നടക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് നോളജ് ആണ് അവിടെ നടക്കുന്നത്. നോളജ് ഇങ്ങനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങോട്ടേക്ക് അത് എത്തുന്നുണ്ടോ, അത് മനസ്സിലാവുന്നുണ്ടോ, ആ ഒരു ഫീഡ്ബാക്ക് ഒന്നും എന്ത് കിട്ടുന്നില്ല. അപ്പൊ അതിനെയാണ് അത്തരത്തിലുള്ള ടീച്ചിങ്ങിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നില്ല? ചെറിയ കുട്ടികളിലൊക്കെ അത് ഉണ്ടാക്കുന്നതിനെ നളറിയൽ ബിനാഇയ്യ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മുൻതഖത്തു തൻമിയ ZPD മഫ്ഹൂമും മിൻ നളറിയ. എന്താ ZPD? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അത് മഫ്ഹൂമും മിൻ നളറിയ ഏത് തിയറിയിൽ നിന്നുണ്ടായതാണ്? ലേ, വൈഗോട്സ്കൈ, ബ്രൂണർ, പിയാഷെ, ജോൺ ഡീവേ. ഇവിടെ ആരുടെ തിയറിയിൽ നിന്നാണ്? യെസ്,
ലേ വൈഗോട്സ്കൈ. വൈഗോട്സ്കൈനെ പല രീതിയിൽ എഴുതുക. ഇവിടെ ഫിജൂത്സ്കൈ എന്നൊക്കെയാണ്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക വൈഗോട്സ്കൈ ആണ് എന്നുള്ളത്. ഓക്കെ, ലേ വൈഗോട്സ്കൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലീ വൈഗോട്സ്കൈ. ഓക്കെ, ZPD ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് നളറിയൽ ബനാഇയൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഒക്കെ നമുക്ക് ഡയറക്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോം ചോംസ്കി ഏതിന്റെ ഇതാണ്? യെസ്, UGT. പാവ്ലോ ഫെറീരി ബിഹേവിയറിസം. ഡി റോസ്നായി നമുക്ക് അത്ര പഠിക്കാനില്ല, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അൽ ആലിം അത്തർബവി അല്ലതി യത്തസിലു ബിൻ നളറിയൽ ബിനാഇയൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ ഫിലോസഫിസ്റ്റ് ആരാണ്? ബ്രൂണർ, റോസോ, സ്കിന്നർ, വൈഗോട്സ്കൈ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇവിടെ ഒരുപാട് ആലിമുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റുവാദുകളെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മള് കുറേ ക്വസ്റ്റ്യൻസ് കടന്നുപോയി. അപ്പൊ നമ്മളുടെ ആ ഒരു ടാബിളിന്റെ ഇമ്പോർട്ടൻസ് എത്ര എന്നുള്ളത് മനസ്സിലായിണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അധികം എന്താണ് കൺഫ്യൂസ്ഡ് ആവാണ്. നോം ചോംസ്കി തന്നെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അത്ര ഉറപ്പ് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ടാബിൾ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നാൽ തന്നെ കുറേ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ആ ടാബിളിൽ നിന്ന് ഞാൻ പറഞ്ഞു, ബിഹേവിയറിസം എന്ന് പറയുന്നതോ ബിഹേവിയറിസത്തിന്റെ ആളുകളോ മറ്റുള്ള ഒരു തിയറിയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. അപ്പോൾ ഓപ്ഷനിൽ അവരാരെങ്കിലും വന്നിണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി നിർത്താൻ പറ്റും. ഓക്കെ, തിരിച്ചും വരും. അവരെ ആളുകൾ ബിഹേവിയറിസ്റ്റുകൾ മാത്രം ഓപ്ഷനിൽ വന്നിട്ട് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു തിയറിയിൽ ആള് വരും. അപ്പോൾ ഒറ്റപ്പെട്ടതിന് എന്ത് ചെയ്യുക, എപ്പോഴും മാറ്റി നിർത്തിയാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. നളറിയൽ ബിനാഇയൽ ഇജ്തിമാഇയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലിം ബ്രൂണർ, റോസോ, സ്കിന്നർ, വൈഗോട്സ്കൈ. സ്കിന്നർ എന്ന് പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കൈ ആണ്, തെറ്റിക്കരുത്. ഒരുപാട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, കാറ്ററ്റിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര തവണ ഒരേ ക്വസ്റ്റ്യൻ നേരിയ വ്യത്യാസം, പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ട് ചോദിച്ചില്ലേ, ഇതിൽ പെടുന്ന ആളാരാണ്, അല്ലെങ്കിൽ ഇതിന്റെ അസ്ഹാബ് ആരാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പെഡഗോജി എന്നുള്ള ഒരു പേടിയിലാണ് നമ്മൾ നോക്കണത്. അതുകൊണ്ടാണ് ആ ഒരു പേടി മുന്നിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നത് അല്ലെങ്കിൽ ആൻസർ കാണാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൂളായിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓപ്ഷനെ വെച്ചിട്ട് തന്നെ പിടിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഏതെങ്കിലും കീ ടേംസുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മാക്സിമം നമ്മളെ പോപ്പപ്പ്, അതുപോലെ പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടിട്ട് മാർക്ക് നോക്കി ആ വഴിക്ക് പോവരുത്. എനിക്ക് എന്ത് ശരിയായി, എനിക്ക് എന്ത് തെറ്റി. തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറക്കൂല. അതുകൊണ്ട് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ അത് ഓർമ്മയിൽ നന്നായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ തിയറിയിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ക്ലാസ്സിൽ നന്നായിട്ട് പറഞ്ഞാണ്. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ അസ്ഹാബ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലെവലിൽ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് നല്ല മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് ആ കുട്ടിക്കുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് ഏത് ദക്കായിലൂടെയാണ്, ആ കുട്ടിയാണെങ്കിലോ ലാംഗ്വേജ് പഠിക്കാൻ കുറച്ച് ലൈഫാണ്, അവന് ഏത് ഇന്റലിജൻസ് കൊടുക്കുന്ന സമയത്താണ് അവൻ നന്നായി പഠിക്കുക? മ്യൂസിക്കൽ ഇന്റലിജൻസി. അങ്ങനെ കുട്ടിക്ക് ഏത് ടേസ്റ്റ് ആണോ ഉള്ളത് ആ ടേസ്റ്റ് തന്നെ കൊടുക്കണം. അപ്പോഴാണ് അതിലൂടെ പഠിപ്പിക്കുമ്പോഴേ അവന് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വരാറുണ്ട്. അപ്പൊ ആ രീതിയിൽ അവിടെ നിന്നൊക്കെ ചെയ്ത PYQ അനാലിസിസ് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടതാണോ? PYQ അനാലിസിസ് എല്ലാവരും കണ്ടോ? അതൊക്കെ കാണാം. ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഓരോ ഇപ്പൊ ലോത്ത് ഇക്തിസാബ് ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഏതൊക്കെ പാറ്റേൺ ആണെന്ന് കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണാം. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കേട്ടിട്ടിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റിപ്പീറ്റഡ് പാറ്റേൺസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ നളറിയാത്ത് താലും അതുപോലെ തുറക്കത്ത് തദ്രീസ്, ഈ ഏരിയകളൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഈ നളറിയാത്ത് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്.
അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ PYQ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എത്ര സമയമില്ലെങ്കിലും ജസ്റ്റ് അത് നോക്കി പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതും, കാരണം ആ ഒരു ഏരിയയിൽ നിന്നൊന്നും പുതുതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നുമില്ല. ആ ഒരു തിയറി അവർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനേ ഉള്ളൂ. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ശുക്രൻ ലക്കും ലിഹസ്നിസ്തിമായിക്കും. എല്ലാവർക്കും നന്നായിട്ട് എന്ത് ചെയ്യട്ടെ, കേട്ടിട്ടൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മാസലാമ.